ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ പ്രധാനമായും 3 ഘടകങ്ങൾ, അതിൽ MLA-മാരുടെ അഭിപ്രായം എന്ത്, ഒപ്പം സീനിയോറിറ്റി, ജനവികാരം, ഈ 3 ഘടകങ്ങളും തള്ളിക്കളയാൻ പറ്റാത്തതാണ്. അങ്ങനെയെങ്കിൽ എന്താകും ഹൈക്കമാൻഡ് പരിഗണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാനുള്ള ആകാംക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡ്. അപ്പോൾ അവരുടെയൊക്കെ സൂചനകളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് എന്താണ്? ചില അഭ്യൂഹങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കേൾക്കുന്നുണ്ട്, അവരുടെയൊക്കെ പിന്തുണ ആർക്കാണ് എന്നതിലൊക്കെ. പക്ഷേ എന്തെങ്കിലും കൃത്യമായൊരു സൂചനയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ ശ്രീജിത്ത്? അനുജ, കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇതപര്യന്തം സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടിയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം ഒരു തരത്തിലും അവഗണിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ്. സമീപകാലത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തർക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ മുഖ്യമന്ത്രി നിശ്ചയിച്ചപ്പോഴെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായി എടുത്തത് MLA-മാരുടെ ഭൂരിപക്ഷമാണ്. അത് രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായപ്പോഴും, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായപ്പോഴും, ഹിമാചൽ പ്രദേശിൽ സുഖ്വീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായപ്പോഴും എല്ലാം അത്തരത്തിലുള്ളൊരു സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിയപ്പോഴും DK ശിവകുമാറിനായിരുന്നില്ല, മറിച്ച് സിദ്ധരാമയ്യയ്ക്കായിരുന്നു നിയമസഭാ കക്ഷിയിൽ മുൻതൂക്കം. അപ്പോൾ നിയമസഭാ കക്ഷിയിലെ മുൻതൂക്കം അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസ്, അല്ലെങ്കിൽ അത്തരമൊരു കീഴ്വഴക്കം ഇതുവരെയും കോൺഗ്രസ് ലംഘിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ നിയമസഭാ കക്ഷി യോഗത്തിൽ മുൻതൂക്കമുള്ള KC വേണുഗോപാലിന് അനുകൂലമായിരിക്കും തീരുമാനം എന്ന തരത്തിലൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ കേരളത്തിലെ കാര്യങ്ങൾ കർണാടകയിൽ നിന്നോ ഹിമാചൽ പ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ വ്യത്യസ്തമാണ്. ഇവിടെ ജനകീയരായ 3 പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലാണ് മത്സരം. അതിൽ 2 പേർ ഇപ്പോൾ തന്നെ മത്സരിച്ച് ജയിച്ച് MLA-മാരായി വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം മുന്നണിയെ നയിച്ച VD സതീശനാണ് ജനകീയത കൊണ്ടും UDF-ലെ ഘടകകക്ഷികളുടെ പിന്തുണ കൊണ്ടും മുൻപിൽ നിൽക്കുന്നയാൾ. അദ്ദേഹത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പൊതുവികാരത്തെ അവഗണിച്ച് ഘടകകക്ഷികളുടെ, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ എതിർപ്പിനെ അവഗണിച്ച് എങ്ങനെ കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയും എന്നൊരു പ്രശ്നമാണ്. മാത്രമല്ല, MLA-മാരിൽ ഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്ന KC വേണുഗോപാൽ നിലവിൽ കേരളത്തിലെ നിയമസഭാംഗമല്ല. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള MP-യായ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്ന പ്രശ്നവും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. എന്നാൽ മറുവശത്ത് രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാൾ. പ്രതിസന്ധി കാലത്തൊക്കെ പാർട്ടിയെ നയിച്ച, അല്ലെങ്കിൽ ഭരണരംഗത്തും സംഘടനാ രംഗത്തും പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്തുള്ള രമേശ് ചെന്നിത്തലയുടെ ക്ലെയിമും അവഗണിക്കാനാവാത്തതാണ്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കേവലം MLA-മാരുടെ പിന്തുണ മാത്രമാണോ, അല്ലെങ്കിൽ കേവലം ജനവികാരവും ഘടകകക്ഷികളുടെ പിന്തുണയും മാത്രമാണോ, അതോ സീനിയോറിറ്റിയാണോ? ഈ പ്രശ്നമാണ് ഹൈക്കമാൻഡിനെ കുഴക്കുന്ന വിഷയം. ആ ഒരു പ്രശ്നം തന്നെയാണ് തീരുമാനം ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയും ഒരു തീരുമാനത്തിൽ ഉറച്ചിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. അതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ചർച്ചകളാണ് ഇന്നലെയുമൊക്കെയായി നടന്നത്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷനെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കാണുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വരികയും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ആർക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചില അഭ്യൂഹങ്ങളുണ്ടെങ്കിലും ആ അഭ്യൂഹങ്ങൾക്ക് പുറകെ ഈ ഘട്ടത്തിൽ നമ്മൾ പോകുന്നത് ശരിയാണെന്ന് തോന്നാത്തത് കൊണ്ട് മാത്രമാണ് അതിവിടെ പറയാത്തത്. ശരി ശ്രീജിത്ത്, ഏതായാലും 5:30 കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിക്കുകയാണ്. ഇതിപ്പോൾ കോൺഗ്രസിന്റെ മാത്രം വിഷയമല്ല, കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.